ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ സോസേജ് ഫ്രൈ ആണ്. ആദ്യം നമുക്ക് സോസേജ് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഇതിനകത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരല്പം വെളിച്ചെണ്ണ ചേർക്കുക. നാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരല്പം വെള്ളം കൂടെ ചേർക്കുക. ആ മസാല ഒന്ന് പുരട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. വെള്ളത്തിൽ കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്ത് മസാല അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വെള്ളം ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം നന്നായി മസാല ഈ സോസേജിലേക്ക് പുരട്ടി കൊടുക്കുക. ഈ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി എന്നൊക്കെ പറഞ്ഞത് എല്ലാവർക്കും ഒരു ഇത്തിരി കൂടുതലായിരിക്കും. ഇവിടെ സ്പൈസി ഒരു ഇത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാണ് അതിനൊക്കെ 1 സ്പൂണൊക്കെ ഇട്ടത് കേട്ടോ. നിങ്ങളുടെ പാകത്തിന് 1/2 സ്പൂണാണെങ്കിൽ 1/2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. പാകത്തിന് എരിവ് പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അതിനുശേഷം നന്നായി മസാല തേച്ചിട്ട് ഒരു 5 മിനിറ്റ് കഷ്ടിച്ച് വെച്ചാൽ മതി. ഒരുപാട് നേരം അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട. അതിനുശേഷം നമുക്ക് പാൻ വെക്കാം. പാൻ വെച്ചതിന് ശേഷം പാൻ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണ് സാധാരണ മീൻ വറുക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ സോസേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സോസേജ് ഫ്രൈ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതി. കുറച്ച് സമയം ഒരു 5-10 മിനിറ്റിൽ റെഡിയാവുന്ന ഡിഷാണ് കേട്ടോ ഇത്. ഇപ്പം നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് തന്നെയാണിത്. ഞാൻ മിക്കവാറും പെട്ടെന്ന് അധികം ഫുഡൊന്നും ഉണ്ടാക്കാൻ ടൈമില്ലാത്ത സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ ഇത്. നമുക്ക് കുബൂസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഒരു പരിപ്പ് കറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇത് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി കഴിയുമ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത് വരും. കുറച്ച് അധികം ഇങ്ങനെ വീർത്ത് വന്ന് കഴിയുമ്പോൾ അത് ചെറിയ പൊട്ടി തുടങ്ങും. അതാണ് ആ വെന്തെന്നുള്ളൊരു പാകം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ കളർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചേഞ്ചായി വരും കേട്ടോ. വളരെ എളുപ്പമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ സോസേജ് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഫൈനലായിട്ടുള്ള ഒരു സ്റ്റേജ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ സോസേജ് ഫ്രൈ? വളരെ എളുപ്പമല്ലേ? പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണിത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.